ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കായത്തലിയൊന്നും കിട്ടില്ല. ഈ ഒരാഴ്ചയായിട്ട് കായത്തലിയൊന്നുമില്ല, നമ്മൾ പുല്ലരിയാൻ പോവാണ്. പക്ഷെ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. എന്താണെന്ന് വിചാരിച്ചാൽ മഴക്കാലത്ത് നമുക്ക് എവിടെ നോക്കിയാലും പുല്ലുണ്ട്. പാടത്തും പറമ്പിലും റെയിൽവേ പാതയാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത്, അവിടെയൊക്കെ പുല്ലാണ്. ആ പുല്ലരിഞ്ഞ് മഴയുടെ ഗ്യാപ്പിൽ പോയിട്ട് പുല്ലരിഞ്ഞ് കൊണ്ടുവരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുല്ലിന് ഒരു ക്ഷാമവും ഇല്ല. എന്നാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടം കായത്തൊലി കേട്ടോ. അവർക്ക് പുല്ലിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് വൈക്കോല് മാത്രം കൊടുത്താൽ അവർക്ക് പാല് കിട്ടില്ല. അവർക്ക് ഇഷ്ടമില്ല വൈക്കോല് മാത്രം തിന്നാൻ. അപ്പോൾ പുല്ല് അരിഞ്ഞു കൊടുക്കും. അപ്പോൾ ചേട്ടനും ഞാനും കൂടി അരിഞ്ഞ് കെട്ടി വണ്ടിയിൽ വെച്ച് കൊണ്ടുവരുമ്പോഴേക്കും ഇതേ നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അന്തരീക്ഷം കണ്ടപ്പോൾ ഞാനതൊന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക്. നല്ല നീളം പുല്ലായതുകൊണ്ട് ചാക്കിൽ നീളത്തിൽ വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുവരിക. അപ്പോഴാണ് ഈ ഒരു ചെടി പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാട്ടോ. അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. അപ്പോൾ പാടത്തേക്ക് പുല്ലരിയാൻ പോയ 2 നായകളുണ്ട് ആ പാടത്തിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ. നമ്മളാണെങ്കിൽ കായത്തലി ഇല്ലെങ്കിൽ മാത്രമല്ലേ പുല്ലിന് പോകുള്ളൂ, സ്ഥിരമായി കാണുന്നില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും ചെല്ലുമ്പോൾ അവർ വിചാരം വല്ല കള്ളന്മാരാന്നാ. അപ്പോൾ നമ്മൾ പുല്ലരിഞ്ഞ് തിരിച്ച് വരുന്നത് വരെ കുരയ്ക്കും. അപ്പോൾ ഒരു നായത്തിരി നമ്മളോട് മെരുങ്ങി വരുന്നതാണ്. അപ്പോൾ അതിനെ ഞാൻ തൊട്ട് തലോടി ഒക്കെ കൊടുക്കും. പക്ഷേ മറ്റാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. കുരച്ച് എന്നെ കട്ടിക്കാനായിട്ട് ചാടി വരും. പാടത്ത് നിറയെ വെള്ളമാണ്. അപ്പം ഞാൻ വരമ്പിൽ നിന്നിട്ടാണ് ഇപ്പോൾ പുല്ലരിയാണ്. പാടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിറയെ അട്ടയുണ്ട്. അപ്പോൾ മുകളിലത്തെ കണ്ടത്തിലൊന്നും അങ്ങനെ വെള്ളം വന്നിട്ടില്ല. താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിറച്ച അട്ടനെ എനിക്ക് ഭയങ്കര പേടിയാണ്. പാമ്പിനെ കണ്ട പോലെ അത്രയ്ക്ക് ഒരു വിഷമം. അട്ട കാലുമ്മ കയറുക എന്ന് പറയുന്നത്. ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പോണത്. പുല്ലൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് ചേട്ടൻ വെച്ച് കിട്ടണ നേരം കൊണ്ട് ഞാൻ അവിടെയുള്ള കുഞ്ഞു ചെടികളും പൂക്കളും ഇലകളും ഒക്കെ പൊട്ടിക്കും. അതൊക്കെ പൊട്ടിച്ച് ഒരു ബൊക്കെ പോലെയാക്കി കൊണ്ടു കൊടുത്താൽ എൻ്റെ മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൾക്കത് കൊണ്ടു കൊടുക്കും. അതെവിടെ പോയാലും അതവിടെ കൊണ്ടുകൊടുത്തപ്പോൾ MSc ബോട്ടണി കഴിഞ്ഞ കുട്ടിയാണ് എൻ്റെ മോള്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ചെറിയ ബൊക്കകൾ. അപ്പോൾ പുല്ലൊക്കെ ഭയങ്കര നീളമുള്ളത് കൊണ്ട് നമ്മളത് മുട്ടിയിൽ വെച്ച് വെട്ടി ചെറുതാക്കി കൊടുത്തില്ലെങ്കിൽ അവരാകെ വലിച്ചിട്ട് തൊഴുത്തിലൊക്കെ ഈച്ചേനാട്ടിലൊക്കെ പുല്ലെടുത്ത് വീശിയിട്ടാണ്. അപ്പോൾ തൊഴുത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചാണകം കോരുമ്പോഴൊക്കെ നമുക്ക് പിന്നെ ഭയങ്കര പണിയാണ്. അപ്പോൾ അത് കാരണം നല്ലതായിട്ട് ചെറുതാക്കി ഇങ്ങനെ വെട്ടിയൊന്നും കൊടുത്തിരുന്നില്ല ആദ്യം. പക്ഷേ ഇപ്പോൾ തീരെ തിന്നണില്ലേ, ഭയങ്കര നീളമുള്ളതുകൊണ്ട്. അപ്പോൾ വെട്ടിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സുന്ദരി കുട്ടിക്ക് തീരെ ഇഷ്ടമല്ലേ പുല്ലിനോട്. പുല്ല് കൊണ്ടിട്ട് കൊടുത്താൽ വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കാന്നുള്ളൂ. അവൾക്ക് കായത്തൊലിയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. കായത്തൊലി ഇല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ പുല്ല് കൊണ്ടിട്ട് കൊടുത്തപ്പോൾ കരച്ചിൽ സമരവും നിരാഹാര വ്രതമൊക്കെ ആയിരുന്നു. അപ്പോൾ നിവൃത്തികേടുകൊണ്ട് അങ്ങോട്ട് തിന്നാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വളർത്തു ദോഷമാണ്.